ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ പിന്നെ നേരെ അടുക്കളയിലേക്കാണ് പോക്ക്, ബാഗൊക്കെ അവിടെ വെച്ചിട്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പോൾ ഡ്രസ്സ് മാറാറുള്ളൂ. പക്ഷേ ഞാൻ വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ എടുത്തു. അപ്പോൾ സാമ്പാറും അവിയൽ കറിയായിരുന്നു ഒന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇഞ്ചമ്പുളി എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇഞ്ചമ്പുളി എടുത്തു. അച്ചാറും ഇഞ്ചമ്പുളിയൊക്കെ ഇരിക്കുന്നതിനെ കൊണ്ട് പിന്നെ നമുക്കത് അത് എടുത്തില്ലെങ്കിൽ ഒരു എന്തോ പോലെയാണ്. പിന്നെ ഞാനാണെങ്കിൽ ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ ഇങ്ങനെ കഴിക്കണം. അതെൻ്റെ ഒരു ശീലമായി മാറി. അത് തന്നെ ഞാൻ എപ്പോൾ കഴിക്കാനിരുന്നാലും അത് എൻ്റെ ആയിരിക്കും ലാസ്റ്റ് കഴിയുക. ബാക്കി എല്ലാവരും വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അത്രയും വിശന്നിരിക്കുന്ന സമയത്തൊക്കെ സ്പീഡിൽ ചിലപ്പോൾ ഞാൻ കഴിക്കും. കാരണം വേറെ ഒന്നുമില്ല, ഞാനിങ്ങനെ കുഴച്ചിരുന്നിട്ടാണ് നേരം മൊത്തം പോണത്. പിന്നെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എനിക്ക് കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഒന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് ലോങ് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഷോർട്സ് വെച്ചിട്ടിരുന്നത്. പിന്നെ വൈകിട്ടായപ്പോൾ എനിക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. പുറത്ത് പോയി വന്നപ്പോൾ ഞാൻ ചായക്ക് കടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സമൂസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ വട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു കട്ട്ലേറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഓരോന്നും ഇത് വാങ്ങിച്ചത്, കാരണം അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ വട്ടയപ്പം ഉണ്ടായിരുന്നു. ഇത് ഞാൻ വാങ്ങിയതല്ലായിരുന്നു കേട്ടോ, ഇത് അമ്മാമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ വട്ടയപ്പൊക്കെ കഴിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കട്ടനായിരുന്നു അതിൻ്റെ കൂടെ കുടിച്ചത്. പഞ്ചസാര ഇടാറില്ല ഇവിടെ തീരെ, ശർക്കര ഇട്ടിട്ടുള്ള കട്ടനാണ്. പിന്നെ അതേ സൺഫീസ്റ്റിൻ്റെ എറാറൂട്ട് പോലത്തെ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എറാറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചായയിൽ മുക്കി കഴിച്ചു. അപ്പം ഞാൻ ഇവിടെ മുട്ടൊക്കെ പുഴുങ്ങിയിട്ടുണ്ട്, മുട്ട കഴിക്കും. പറഞ്ഞിട്ടുണ്ട് കഴിച്ചോളാം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ടായിരുന്നു, പക്ഷെ എപ്പോഴും അങ്ങനെ കഴിക്കില്ല. അപ്പം അങ്ങനെ 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു അരിയുണ്ട ഉണ്ടാക്കിയാലോ ഒന്ന്. അപ്പോൾ അങ്ങനെ അരിയൊക്കെ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി കഴുകിയിട്ട് അത് വാർന്നിട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. എല്ലാതെയും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ റേഷൻ അരി ആയിരുന്നു. അപ്പോൾ നമ്മൾ അധികം ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ശർക്കരയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ശർക്കര നന്നായിട്ട് ചെരുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എത്ര ശർക്കര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ എടുത്തത് ഒരെണ്ണമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയും മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. പിന്നെ അത് തേങ്ങ ചെറിയതാണ് പിന്നെ വേണ്ടത്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അരി നന്നായി പൊടിച്ചെടുക്കാം. അപ്പോൾ അരി നന്നായി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചൊന്നെടുക്കാം. ഇത്തിരി ലൂസാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അങ്ങനെ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ശർക്കര ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈ വെച്ച് നന്നായി തന്നെ കുഴയ്ക്കാം. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത്തിരി നേരം നമുക്ക് അങ്ങനെ തന്നെ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ട പിടിക്കാം. അപ്പോൾ ഓരോന്നായി ഉണ്ട പിടിച്ചത് സെറ്റായിട്ടുണ്ട്. അരിയുണ്ട റെഡി. അങ്ങനെ നമ്മൾ ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിയുണ്ട നമുക്ക് കഴിക്കാം. കൊള്ളാം, അടിപൊളിയുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ചിലപ്പോൾ ഉണ്ടാവും വീട്ടിലൊക്കെ, എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കല്ലേ. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ടിരിക്കുന്നു എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ സഹായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം വീഡിയോ എടുക്കേണ്ട കാരണം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല.
അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിക്കാനൊക്കെ ഇരുന്നു. അപ്പം എനിക്കാണെങ്കിൽ വെള്ളം കൂടി തീരെ കുറവാണ്. അപ്പം എന്തായാലും വെള്ളം കുടിച്ചിട്ട് തുടങ്ങാം. CSS. Why learn CSS? How to use CSS, how to design CSS. There most thing. What is cascading style sheet? Next, Django view and types of Django view. Two types of Django views: function type and class type. Django view is a Django view is a Python function or class that designed to which is designed or which is receives web request and returns web response. It acts like an intermediate between URL patterns. Views are crucial in user interactions, managing data and Django applications. They used file as views.py to design attractive websites. Separation of concerns. To design attractive website designs, separations of concern, faster development, responsive design, control and consistency. Next, how helps CSS? എങ്ങനെയാണ് CSS ഹെൽപ്പ് ചെയ്യുന്നത്? To style HTML elements, efficiency, പിന്നെ വരുന്നത് റെസ്പോൺസീവ് ഡിസൈൻസ് ആൻഡ് ഫോണിൽ തന്നെയാണ് നോട്ട്സും കാര്യങ്ങളായ കാരണം കൊണ്ട് എനിക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ക്ലാസ് കൊടുക്കുന്നു, ക്ലാസ്സിൻ്റെ ഒരു പേര് കൊടുക്കുന്നു, ദെൻ അതിൻ്റെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടൊരു ലിങ്ക് കൊടുക്കുന്നു, എന്നിട്ട് H1 ടാഗ് ക്ലോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം CSSൽ പോയിട്ട് സ്റ്റൈൽ കൊടുക്കുന്നു. സ്റ്റൈൽ കൊടുക്കുമ്പോൾ ഡോട്ട് ഹെഡിങ്, ദെൻ ബ്രേക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ കൊടുക്കാനുള്ള കളർ ഈക്വൽ ടു ബ്ലൂ കൊടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് പിന്നെന്താ അലൈൻമെൻറ്റ് കൊടുക്കാം. സെൻറ്റർ സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ട് സെൻറ്റർ ടാഗ് കൊടുക്കുന്നു. അതിന് ശേഷം അത് അടിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഔട്ട്പുട്ട് വരുന്നത് അതൊരു ക്ലാസ് ആയിട്ടാണ് വരിക. അപ്പോൾ അതായത് ഒരു പേജിലായിട്ട് വരും. ആ പേജിൽ ഹെഡിങ് ടാഗിൽ കൊടുത്ത ആ നെയിം സെൻറ്റർ ടാഗ് സെൻറ്ററിലായിട്ട് വരുന്നു. അതിന് ബ്ലൂ കളർ വരുന്നു. ഇതായിരിക്കും ഉണ്ടാവുക പേജിൽ. ദെൻ വിത്ത് മാർജിൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് കറക്റ്റ് കൊടുക്കുക. അതാണ് HTML ഫയലിലും CSS ഫയലിലും കൊടുക്കാനുള്ള കാര്യങ്ങൾ. അപ്പം ഇന്നൊരു വൈകുന്നേരമാണ്. ഇപ്പോൾ 6 മണിക്കായുണ്ട്. അപ്പോൾ അതേ മഴക്കാരൊക്കെ ഉണ്ട്. ഇപ്പം ഇന്ന് മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം പഠിക്കാനൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല ഇടിവെട്ടിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ എക്സാം വരാൻ പോവാം. അപ്പോൾ അതിൻ്റെ പഠിപ്പിലായിരുന്നു ഞാൻ. പുറത്ത് മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊരു കട്ടനൊക്കെ കുടിച്ചു. കുറച്ച് പുട്ടിരിക്കുന്നുണ്ടായിരുന്നു, പുട്ടും കഴിച്ചു. ഒരു ലോഡ് മരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹോമിയോ കാണിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറേ മരുന്നുകളുണ്ട്.
അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മരുന്നും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ചെന്നപ്പോൾ വീണ്ടും കുറേ തന്നു. പിന്നെ മധുരമുള്ള കാരണം കുഴപ്പമില്ല. എന്നാലും പിന്നെ ബ്ലഡ് കുറവാന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്ലഡിനുള്ള മരുന്നും കൂടിയും ഉണ്ടായില്ല. പിന്നെ അതുപോലെ മോയ്സ്ചറൈസറൊക്കെ തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൺസ്ക്രീനും ഇടാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങുമ്പോൾ. അതൊക്കെ പിന്നെ ചെയ്യുന്നുണ്ട്. കുറച്ചങ്ങോട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇനിയും മാറാനുണ്ട്. ഹോമിയോ പിന്നെ പെട്ടെന്ന് മാറില്ല എന്നാണ് തോന്നുന്നത്. കുറച്ച് നാൾ പിടിക്കും. ഇപ്പം ഞാനൊരു 2-3 മാസമായി തുടങ്ങിയിട്ട്. പിന്നെ ഇംഗ്ലീഷ് കാണിക്കാൻ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ സ്കിന്നിനൊക്കെ ആകുമ്പോൾ നല്ല പൈസ പൊട്ടും. ഇത് മാത്രമല്ല ടാബ്ലറ്റ്സും കഴിക്കുന്നതൊന്നും അത്ര നല്ലതൊന്നുമല്ല. ഇതാകുമ്പോൾ പതുക്കെ മാറിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.